മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സോൾഡറിങ് അയൺ ഈസി ആയിട്ട് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മുടെ സോൾഡറിങ് അയൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു പെൻസിലും പിന്നെ ഒരു USB കേബിളും പിന്നെ നമ്മൾ ഹൗസ് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു വയർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ പെൻസിലിൻ്റെ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് കുറച്ചും കൂടി നീളത്തിൽ വേണം. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് അതൊന്ന് നീളം കൂട്ടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹൗസ് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ വയറിങ് വേണം. അതിനുശേഷം ഇതിൽ നിന്നൊരു 4 എണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കോപ്പറിൻ്റെ ഈ വയറ് നമുക്ക് ഈ ഗ്രാഫൈറ്റിൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഇത് പക്ഷേ നമ്മൾ ഇടുന്നത് ഇവിടെ അല്ല, ഇതിൻ്റെ ഈ എൻഡ് ഭാഗത്തായിട്ടാണ്. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഈ ഗ്രാഫൈറ്റ് പൊട്ടിപ്പോവാൻ പാടില്ല. പക്ഷേ ഈ കോപ്പറിൻ്റെ വയർ നമ്മൾ നല്ല ടൈറ്റിൽ തന്നെ ചുറ്റി കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ പെൻസിലിൻ്റെ ഈ വശത്തും ഇവിടെയും ആയിട്ട് നമ്മൾ ഈ കോപ്പറിൻ്റെ വയർ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ USB കേബിൾ എടുക്കാം. ഇതിൻ്റെ ഈ എൻഡ് ഭാഗം നമുക്ക് ഈ 2 കോപ്പർ വയറിലായിട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ഈ പെൻസിലിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചാല് കീറി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതൊരു വൃത്തിക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ പെൻസിലിൻ്റെ ഇവിടെ ഇതുപോലെ ഒരു ചാലിട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ വയറ് ഇതുപോലെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാലുണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നമുക്കിവിടെ ഇരിക്കും. ഇനി നമുക്കിതിൽ ഓരോ വയറ് ഇവിടെയുമായി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഇൻസുലേഷൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സോൾഡറിങ് അയൺ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്റർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ USB പിന്ന് ഇതിലേക്ക് കണക്റ്റ് ആക്കുക. അതിനുശേഷം നമുക്കിതൊരു എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്തി കൊടുക്കാം. നമ്മളിത് ഓണാക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായി തന്നെ ചൂടാവും. അപ്പോൾ നമുക്ക് 30 സെക്കൻഡിൻ്റെ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഏകദേശം 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ലെഡ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾഡറിങ് അയൺ ഇങ്ങനെ സോൾഡർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സോൾഡറിങ് അയൺ 100% വർക്കിംഗ് ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്,
നമ്മൾ ഉണ്ടാക്കിയ ഈ സോൾഡറിങ് അയണിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഈ സോൾഡറിങ് അയണിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ സോൾഡറിങ് അയൺ നന്നായി ചൂടാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നൊരിക്കൽ കാണാം.